ഹലോ ഗൈസ്, ടുഡേ ഇസ് എ വെരി സ്പെഷ്യൽ ഡേ ഫോർ മീ. ഞാൻ 5 ദിവസത്തേക്ക് നാട്ടിൽ വന്നതിൻ്റെ റീസൺ ആയിട്ടുള്ള ദിവസമാണ് ഇന്നെൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ് CMS കോളേജ് കോട്ടയത്ത് വെച്ച്. സോ രാവിലെ തന്നെ വന്ദേ ഭാരതിലാണ് ഞാനും അമ്മയും അമ്മൂമ്മയും കൂടെ കോട്ടയത്തേക്ക് പോയത്. സോ വെരി എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് ഗ്രാജുവേഷൻ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 5 ദിവസത്തേക്കാണെങ്കിലും നാട്ടിൽ വന്നത്. എനിക്ക് എക്സാമും ആയിരുന്നു, അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ കുറച്ചിരുന്ന് പഠിക്കുമായിരുന്നു. കാരണം അവിടെ ദുബായി ചെന്ന ഉടനെ എനിക്ക് എക്സാം ആയിരുന്നു. അപ്പോഴേക്കും ചായയും ബിസ്ക്കറ്റും കൊണ്ടുവന്നു. അല്ലെങ്കിൽ എനിക്ക് വന്ദേ ഭാരതിലെ ചായ അത്രയ്ക്കൊന്നും ഇഷ്ടമല്ല, ഒരുമാതിരി ഒരു മസാലയുടെ ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് എനിക്കിന്ന് എൻ്റെ നെയിലൊന്ന് പ്രെപ്പ് ചെയ്യണമായിരുന്നു, എക്സ്റ്റൻഷനൊക്കെ വെച്ച്. കാരണം ഇതിനൊന്നും വീട്ടിൽ വെച്ച് ചെയ്യാനായിട്ട് ഒരു സമയമില്ല. അതിന് ട്രെയിനിൽ വെച്ച് തന്നെ അതൊക്കെ സെറ്റാക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോട്ടയത്തെത്തി. വന്ദേ ഭാരതിലാണ്ട് 7:30 എത്തി. എനിക്ക് 8:30 റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞാൻ സ്റ്റേ ചെയ്തിരുന്ന ഹോസ്റ്റലിലേക്ക് പോയി റെഡിയായും സാരി ഉടുത്ത് നേരെ കോളേജ് എത്തി. വർഷാദേവി ഞാനും കൂടെ ഗൗണൊക്കെ കളക്ട് ചെയ്തു. ഇവരെയൊക്കെ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ബാക്കി റെഡിയാവുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും ഹറിബറി ആയിരുന്നു. എല്ലാവരെയും കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര സന്തോഷമായിരുന്നു. എത്ര നാൾക്ക് ശേഷം എല്ലാവരും കാണുന്നതെന്നറിയാം. എന്നിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പേര് എഴുതിയ സീറ്റ്സൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ റോൾ നമ്പർ വൈസ്. അങ്ങനെ പ്രൊസഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ച ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു നമ്മുടെ ഗസ്റ്റ്. അങ്ങനെ എല്ലാവരെയും കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത്യാവശ്യം എല്ലാവരും എത്താനായിട്ട് നോക്കി. ഇത് നമ്മുടെ സാറാണ്. സാറ് PhD ഹോൾഡറാണ്. അപ്പോൾ അതിന് സാറിന് ഒരു അവാർഡ് കൊടുത്തായിരുന്നു. അതിന് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ച് ഇതാണ് ഞാൻ. സോ ഇത് മേടിച്ചപ്പോൾ ഐ ഫെൽ സോ ഹാപ്പി. 3 years ഓഫ് ഹാർഡ് വർക്കിൻ്റെ ഒരു ബലമാണ് അന്നത്തെ ദിവസം നടന്നത്. അപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം കോളേജിൽ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിൻ്റെ വില മനസ്സിലായത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ക്ലാസ് വാർഡൻ ദിവ്യ മാം. ഇപ്പം ഇതെല്ലാം മിസ് ചെയ്യുന്നുണ്ട്. അപ്പം കോളേജിൽ അതിന് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫുഡ് ഞങ്ങൾ അമ്മയ്ക്കും അമ്മമ്മയ്ക്കും മേടിച്ചു കൊടുത്തിട്ട് എല്ലാവരും കൂടെ പുറത്ത് പോയി കഴിച്ചു. കാരണം കുറേ നാൾക്ക് ശേഷമാണല്ലോ ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായ കൊക്കോയിൽ പോയിട്ട് ഫുഡ് അടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീണ്ടും ഫുഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോയി. കാരണം ഒന്നുകൂടെ കോളേജൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി. ഇനി എപ്പോഴാണെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുകയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ സ്വന്തം കമ്മ്യൂണിക്കേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ ജോയ് മാർട്ട്. ഇപ്പോൾ ഞങ്ങൾ 3 വർഷം ചായ കുടിച്ചുകൊണ്ടിരുന്ന അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞ് അവർ വർഷയും ദേവിയും പോയി. എൻ്റെ ട്രെയിൻ 6:45 ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളും സ്റ്റേഷനിൽ പോയി. ട്രെയിൻ ലേറ്റ് ആയിരുന്നു. എൻ്റെ ടിക്കറ്റ് കൺഫേം ആവാത്തതുകൊണ്ട് ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ട്രിവാൻഡ്രം എത്തി. പിന്നെ എനിക്ക് പിറ്റേ ദിവസം തന്നെ ദുബായിലേക്ക് തിരിച്ചു വരാനുണ്ട്. പാക്ക് ചെയ്യണമായിരുന്നു. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ സാധനം. ഒരു ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. രാവിലെ എണീറ്റ് എയർപോർട്ടിൽ വരാനുള്ളതുകൊണ്ട് അപ്പോൾ തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.